പശ്ചിമ ബംഗാളിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്ന കൊൽക്കത്തയിൽ നിന്ന് 1 മണിക്കൂർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. രണ്ട് പതിറ്റാണ്ട് മുൻപ് ലോകത്തിലെ ഏറ്റവും വിലകുറഞ്ഞ കാറായ ടാറ്റ നാനോയുടെ നിർമ്മാണ കേന്ദ്രമാക്കേണ്ടിയിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഇന്ന് എന്റെ ക്യാമറ പേഴ്സൺ നിങ്ങളെ കാണിക്കുന്നത് പോലെ ഇത് പച്ചപ്പും ചാരനിറവും നിറഞ്ഞ ശാന്തമായി പരന്നു കിടക്കുന്ന ഒരു പ്രദേശം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ അതിർമതിൽ കാണാൻ കഴിയും. തീർച്ചയായും ഇപ്പോൾ ഇതൊരു പൂർണ്ണമായ അതിർമതിലല്ല, അതിന്റെ ചില അവശിഷ്ടങ്ങൾ. നാനോയുടെ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പ്രോജക്റ്റിനായുള്ള മുഴുവൻ ഭൂമിയും ഇതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം യന്ത്രത്തിനുമേൽ കർഷകൻ നേടിയ വിജയത്തിന്റെ സ്മാരകമാണ് ഈ പ്രദേശം. മറ്റു ചിലർക്ക് ബംഗാളിന്റെ വ്യാവസായിക ഭാവി കുളിച്ചുമൂടപ്പെട്ട സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ 2026 തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ചർച്ചയ്ക്ക് ഒരു ദിവസം പോലും പഴക്കം വന്നിട്ടില്ല. പ്രധാനമന്ത്രി മോദി ജനുവരിയിൽ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇതിനെ ബംഗാളിന്റെ വ്യവസായ ശ്മശാനം എന്ന് വിളിച്ചു. ഈ പ്രദേശത്തെ വ്യാവസായിക വളർച്ചയുടെ അഭാവത്തിന് കാരണം മമതാ ബാനർജി സർക്കാരും അതിന്റെ നയങ്ങളുമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടുപിന്നാലെ മമതാ ബാനർജി സിംഗൂരിലെത്തി. ബംഗാളിൽ വ്യവസായം വരുമെന്നും എന്നാൽ അത് കർഷകരുടെ നഷ്ടത്തിലായിരിക്കില്ലെന്നും അവർ പറഞ്ഞു. ബംഗാളിൽ നിന്ന് TMCയുടെ കൊടും ജംഗിൾ രാജ് അവസാനിക്കുന്നതും BJPയുടെ സദ്ഭരണം വരുന്നതും വളരെ അത്യാവശ്യമാണ്. പശ്ചിമ ബംഗാളിലെ അമ്മമാരോടും സഹോദരിമാരോടും ഞാനൊരു അഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ TMCയുടെ കയ്യിൽ അധികാരശക്തിയുള്ളിടത്തോളം കാലം നിങ്ങളുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ലഭിക്കുകയില്ല. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, സിംഗൂർ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. എന്റെ സമരത്തിന്റെ ഒരു വലിയ ഭാഗം, അതായത് 2006 മുതൽ 2008 വരെ സിംഗൂരിന്റെ മണ്ണിൽ ഞാൻ ഒരുപാട് ദിവസം ചെലവഴിച്ചിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ 8 ഏക്കർ സ്ഥലത്ത് 9,20 ലക്ഷം രൂപ ചെലവഴിച്ച് സിംഗൂർ ആഗ്രോ ഇൻഡസ്ട്രിയൽ പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട്. കൃഷി മുന്നോട്ടു പോകും, വ്യവസായവും മുന്നോട്ടു പോകും. കൃഷിഭൂമി പിടിച്ചെടുത്തിട്ടല്ല. ടാറ്റ മോട്ടോഴ്സ് പദ്ധതിക്കായി 2006 മുതൽ 2008 വരെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി 2006 മുതൽ 2008 വരെ ഈ മുഴുവൻ പദ്ധതിക്കെതിരെയും ഒരു പ്രക്ഷോഭം നയിച്ചു. അതിനെ തുടർന്ന് തീർച്ചയായും ആ പ്രക്ഷോഭത്തിന്റെ ബലത്തിൽ അവർ അധികാരത്തിലേറി. ഇപ്പോൾ TMCയും ബംഗാൾ സർക്കാരും തീർച്ചയായും കർഷകർക്ക് ഭൂമി തിരികെ നൽകി കിട്ടാനായി സുപ്രീം കോടതി വരെ പോയി. ഏകദേശം 800 മുതൽ 1000 ഏക്കർ വരെ ഏറ്റെടുത്തു. ഒടുവിൽ സുപ്രീം കോടതി അത് അനുവദിച്ചു. എന്നാൽ ഈ പ്രദേശം മുഴുവൻ കൃഷിയോഗ്യമാക്കുന്നതിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സിംഗൂരിലെ കർഷകരിൽ നിന്ന്, പ്രത്യേകിച്ച് അക്കാലത്ത് ടാറ്റ മോട്ടോഴ്സ് പ്ലാന്റിനായി ഭൂമി നൽകിയവരിൽ നിന്ന് ഒരു കാഴ്ചപ്പാട് ലഭിക്കേണ്ടത് പ്രധാനമാണ്. ഇപ്പോൾ ആ ഭൂമി അവർക്ക് തിരികെ നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാള് എന്റെ കൂടെ ഇവിടെയുണ്ട്. ചേച്ചി, നിങ്ങളുടെ പേരെന്താണ്? മഞ്ജുമന്ദർ. മഞ്ജുജി, പറയൂ, ആ സമയത്ത് നിങ്ങൾ എത്ര ഭൂമി കൊടുത്തിരുന്നു? അത് സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്തതാണോ അതോ എടുത്തതാണോ? അതെങ്ങനെയാണ് സംഭവിച്ചത്? ആ ഭൂമി എല്ലാവരും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കേണ്ടി വന്നു. അവരിത് പൊളിച്ചു പോയി. എന്നിട്ട് 1-1.5 വർഷം കഴിഞ്ഞപ്പോ തന്നെ ഭൂമി തിരികെ കിട്ടിയപ്പോൾ നിങ്ങൾ കൃഷി വീണ്ടും തുടങ്ങിയോ? ഇല്ല. എന്തുകൊണ്ട്? കൃഷി എങ്ങനെ തുടങ്ങാൻ പറ്റും? അതിൽ ഇഷ്ടികയും ഇരുമ്പും ഒക്കെ കുഴിച്ചിട്ടിരിക്കുകയാണ്. കൃഷി എങ്ങനെ നടക്കാനാണ്? കുറച്ചു ദിവസം മുൻപ് മോദിജി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വ്യവസായം വരാത്തതിന് ഉത്തരവാദി മമതാ ബാനർജിയാണെന്ന്. മമതാ ബാനർജി പറയുന്നത് തങ്ങൾ കർഷകർക്കാണ് മുൻഗണന നൽകുന്നത് എന്നാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? മമതാ ബാനർജി നീക്കം ചെയ്തു. എന്തുകൊണ്ട്? അത് നിങ്ങൾ അനുഭവിച്ചില്ലല്ലോ. കർഷകർക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ആരുടെ ഭൂമിയാണോ പോയത് അവർക്കെല്ലാം ജോലി കിട്ടുമായിരുന്നു. ഇപ്പൊ അത് പോയിട്ട് എന്ത് പ്രയോജനം? എന്തു തന്നെ ആയാലും കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ജോലി വേണമല്ലോ. ആളുകൾ ഇവിടെ നിർമ്മിച്ചിരുന്നെങ്കിൽ അവർക്ക് ജോലി കിട്ടുമായിരുന്നു. പക്ഷേ കിട്ടില്ലെന്ന് ചിലർ പറയുന്നു. എല്ലാം പുറത്തുനിന്ന് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാമാണ് അവരെല്ലാം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? BJP പറയുന്നതാണോ കൂടുതൽ ശരി, അതോ TMC പറയുന്നതാണോ കൂടുതൽ ശരി? നോക്കൂ, ആര് വന്നാലും എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ മാറ്റം വരണം. ഒരു തവണ അവരും വരണം.
അവർ ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാനൊരു കർഷകന്റെ മകനാണ്. പക്ഷേ ഇവിടെ ജോലിയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ജ്വല്ലറി ജോലിക്ക് പോയത്. കുട്ടിക്കാലത്ത് പോയതാണ്. 14 വയസ്സിൽ പോയതാണ്. അയാൾ തിരികെ വന്നത് കമ്പനി ടാറ്റ സ്വയം വന്നപ്പോഴാണ്. ഒരു തുണ്ട് ഭൂമി കൊടുത്ത് ഒരു ജോലി വാങ്ങാമെന്ന് ഞാൻ കരുതി. പക്ഷേ അത് നടന്നില്ല. അത് നടന്നപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ദീദിക്ക് പറ്റിയ ഒരേയൊരു തെറ്റായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഫാക്ടറി നിർമ്മിച്ചതുകൊണ്ട് പൊതുജനങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആരുടെയും പണം വീട്ടിൽ നിന്ന് വരുന്നതല്ലല്ലോ, അല്ലേ? ഇവിടെ അടുത്തൊന്നും മരത്തിൽ പണം കായ്ക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി മുന്നോട്ട് എന്തു സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ആരുടെ വാക്കാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? വ്യവസായം വരുമെന്ന് TMCയും പറയുന്നു, BJPയും വരുമെന്ന് പറയുന്നു. വ്യവസായത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ദീദിക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ സമരം ചെയ്ത് അവരത് സ്വയം തന്നെയല്ലേ ഒഴിവാക്കിയത്? അപ്പോൾ അവരത് കൊണ്ടുവന്നാൽ പിന്നെ അത് പഴയതുപോലെ തന്നെയല്ലേ ആവുക? അവരത് എങ്ങനെ കൊണ്ടുവരും? ഇനി ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി, CPM ആയാലും BJP ആയാലും ആര് വന്നാലും എന്റെ അഭിപ്രായത്തിൽ അത് നടക്കും. ശരി, ഞാൻ കുട്ടിക്കാലം മുതൽ TMC ചെയ്യുന്നു, കോൺഗ്രസ് ചെയ്യുന്നു, പിന്നെ TMC ചെയ്തു, TMC തന്നെ ചെയ്യും. ആരെങ്കിലും കഴിക്കാൻ തരട്ടെ, അല്ലെങ്കിൽ തരാതിരിക്കട്ടെ. പ്രധാനമന്ത്രി വന്നപ്പോൾ ഇൻഡസ്ട്രി വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ പിന്നെ ആർക്കാണ് ചെയ്യാൻ കഴിയുക? TMCക്കും ചെയ്യാൻ കഴിയില്ല. TMCക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ അത് പിന്നെ കോടതിയിൽ പോകുന്നു. ഞാൻ എന്നെ അടിക്കുകയാണ്. ഞാൻ കോടതിയിൽ പോകുന്നു. എന്നിട്ട് അയാൾ അവരോട് പറയുകയാണ് ഇവരെ ഇത് ചെയ്യാൻ അനുവദിക്കില്ലെന്ന്. അയാൾ വീണ്ടും കോടതിയിൽ പോകുകയാണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ആരുടെ വാക്കിലാണ് വിശ്വാസം? മോദിജിയുടെ വാക്കുകളിലാണോ കൂടുതൽ, അതോ മമതയുടെ വാക്കുകളിലാണോ കൂടുതൽ? അത് ഒരു തരത്തിലുമുള്ള സംസാരമല്ല. എന്തുകൊണ്ടില്ല? രണ്ടും ഒരുപോലെ. രണ്ടും ഒരുപോലെയാണ്. രണ്ടും ഒരുപോലെയാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? മോദിജി പറയുന്നുണ്ടല്ലോ ഇൻഡസ്ട്രി വരുമെന്ന്, മമതയും പറയുന്നുണ്ട് ഇൻഡസ്ട്രി വരുമെന്ന്. മമത പറഞ്ഞിട്ടുണ്ട്. അതൊരു മാറ്റമല്ല. അപ്പോൾ എന്താണ് മാറ്റം? ഇതാണ് മാറ്റം. ഒരു പ്രയോജനവുമില്ല. 26,000 പേരുടെ ജോലി പോയി. പോലീസിൽ ജോലിയില്ല, ഡോക്ടർമാർക്ക് ജോലിയില്ല, വിദ്യാഭ്യാസ രംഗത്ത് ജോലിയില്ല. പിന്നെന്താണുള്ളത്? പിന്നെ മോദിജിയോ? അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വരട്ടെ, എന്നിട്ട് അതും തരട്ടെ, അല്ലേ? ഇപ്പോൾ വാങ്ങിക്കൊള്ളാൻ പറയും, പക്ഷെ തരില്ല. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇവർ വാങ്ങിക്കൊള്ളാൻ പറയും, പക്ഷേ തരില്ല. അതുകൊണ്ട് സിംഗൂരിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇവിടുത്തെ യുവാക്കളുടേതും വിദ്യാർത്ഥികളുടേതുമാണ്. വ്യവസായത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയെപ്പറ്റി അവരെന്ത് ചിന്തിക്കുന്നു എന്നതാണ് അത്. ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും വിദ്യാർത്ഥികളോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം അറിയാൻ ഞാൻ അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് പഠിക്കുമ്പോൾ അവസാനം ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമോ എന്നൊരു അനിശ്ചിതത്വം എപ്പോഴും ഞങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഇന്ന് ഇവിടെ ഒരു വ്യവസായം ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലുടനീളം കുറച്ച് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ, ഒരുപക്ഷെ ഞങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ ഇവിടെ പഠനം പൂർത്തിയാക്കിയാൽ എന്തെങ്കിലും നേടാനാകുമെന്ന ഒരു ചെറിയ സുരക്ഷിതത്വമോ ഉറപ്പോ ഉണ്ടാകുമായിരുന്നു. അത് ഇന്ന് ഞങ്ങൾക്ക് ഒരു അനിശ്ചിതത്വമാണ്. അതെ, ഞങ്ങൾക്ക് ധാരാളം വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള കരിയറിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും തൊഴിലധിഷ്ഠിതമായി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൽ വിജയിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു വശത്ത് പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹവും സിംഗൂരിൽ വന്നിരുന്നു. TMC കാരണമാണ് ഇവിടെ വ്യവസായം വരാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസായം വരുമെന്നും എന്നാൽ കർഷകരുടെ കാര്യത്തിലും ശ്രദ്ധിക്കുമെന്നും TMC പറയുന്നു. നിങ്ങൾ വ്യക്തിപരമായി ആരുടെ വാക്കിനാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത്? എനിക്ക് രാഷ്ട്രീയം ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് രാഷ്ട്രീയം പൂർണ്ണമായി മാറ്റിവെച്ച് ഞാൻ പറയും, അതെ, ഒരു വ്യവസായം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് എന്റേത് മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഓരോ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിലുള്ള കാര്യമാണ്. ഇവിടെ ഒരു വ്യവസായം ഉണ്ടായിരുന്നെങ്കിൽ, ടാറ്റ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞങ്ങളിൽ പലർക്കും ജോലി ലഭിക്കുമായിരുന്നു. ആ തൊഴിലവസരത്തെ കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് കൂടി തൊഴിൽ ലഭിക്കുമായിരുന്നു. അത് ചില കാരണങ്ങളാൽ സംഭവിച്ചില്ല. അതെ, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? അവസാനം ഒരു ജോലിക്ക് വേണ്ടി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാൽ വ്യവസായത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വ്യവസായ മേഖല ഒഴിവാക്കി മറ്റ് മേഖലകളിൽ ജോലി പ്രതീക്ഷിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും സ്വന്തം വിഷയം ഉപേക്ഷിച്ച് റെയിൽ, SSC പോലുള്ള സർക്കാർ സർവീസുകളിലേക്ക് മാറേണ്ടി വരുന്നു. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നെങ്കിൽ, ആവശ്യത്തിന് ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ഫീൽഡിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും കെമിക്കൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ, കെമിസ്ട്രി വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങളുടെ കെമിസ്ട്രി വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. വിഷയത്തിൽ സ്വയം മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള ആളുകൾ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിങ്ങൾ ചെറുപ്പമാണ്, വോട്ടറും ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ BJP പറയുന്നതും TMC പറയുന്നതും വെച്ച് ഇതിൽ ആരെയാണ് നിങ്ങൾ വ്യക്തിപരമായി ശരിയായി കണക്കാക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് ആർക്കാണ്? രാഷ്ട്രീയ വശത്തു നിന്ന് മാറി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
ഇവിടെ നമ്മളൊരു രാജ്യമായി കണക്കാക്കിയാൽ ഒരു വ്യവസായം സ്ഥാപിക്കേണ്ടത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനോടൊപ്പം തന്നെ ഒരു വ്യവസായം സ്ഥാപിക്കേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ രണ്ടുപേരും തുല്യ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ വ്യവസായത്തിൻ്റെ കാര്യം നോക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 20 വർഷത്തോളമായി ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു സിംഗൂർ. പലരും പറയുന്നത് പോലെ അത് കർഷകൻ്റെയും മണ്ണിൻ്റെയും ശക്തിയുടെ ഒരു സാക്ഷ്യമാണ്. എന്നാൽ ബംഗാളിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ വ്യവസായത്തെക്കുറിച്ചും ധാരാളം സംസാരിക്കപ്പെടും. കൂടാതെ ജനം ആരെയാണ് വിശ്വസിക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം.